അമ്മമാരൊക്കെ മൺചട്ടി വാങ്ങുമ്പോൾ നല്ല ഭംഗിയൊക്കെ കണ്ട് മൺചട്ടി എടുക്കുമല്ലേ. പക്ഷേ ഈ മൺചട്ടി വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചില മൺചട്ടികൾ നമുക്ക് പെട്ടെന്ന് പണി തരും കേട്ടോ. അപ്പോൾ ചട്ടി വാങ്ങിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ ചട്ടി നമ്മൾ നോൺ സ്റ്റിക്കിന്റെ രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ചട്ടി മയക്കെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പല അമ്മമാർക്ക് അറിയായിരിക്കും, പക്ഷേ ഇപ്പോഴുള്ള കുട്ടികൾക്ക് ചട്ടി എങ്ങനെയാണ് മയക്കെടുക്കുന്നതെന്ന് അറിയത്തില്ല. കുട്ടികളുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചട്ടി ഈ ഒരു രീതിയിൽ നിങ്ങൾ മയക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്കിന്റെ ഒക്കെ ഒരു പാത്രം പോലെ തന്നെ ആക്കി എടുക്കുകയും ചെയ്യാം. പെട്ടെന്ന് ഇതുപോലെ നമ്മൾ ഗ്യാസ് അടുപ്പിലൊക്കെ വച്ച് കഴിഞ്ഞുമ്പോൾ ഈ സെന്റർ ഭാഗം ഇതുപോലെ പൊട്ടിപ്പോകും. അപ്പോൾ നിങ്ങളത് മയക്കെടുക്കാത്ത ചട്ടികളാണ് അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പൊട്ടി പോവാതിരിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എൻ്റെ ഒരു ഇത് കാണിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മീൻചട്ടിയൊക്കെ വാങ്ങുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ ചട്ടി പൊട്ടി പോകാത്ത രീതിയിൽ നമുക്ക് ആക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ ചട്ടി വാങ്ങുമ്പോൾ ഇതുപോലെ ഒരു മണിക്കൂർ 2 മണിക്കൂർ നേരം ഇതുപോലെ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. വെള്ളം ഒന്ന് കുതിർന്ന് നമുക്ക് ചട്ടി ഒന്ന് കുതിരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ ഇതുണ്ടല്ലേ ഈ ഒരു രീതിയിൽ ചെറിയ രീതിയിലൊക്കെ കൊമളകൾ അതിൻ്റെയൊക്കെ ഏറൊക്കെ ഈ ഒരു രീതിയിൽ പോകുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മൾ കളയാതെ നേരെ കൊണ്ടുവന്നിട്ടാണ് അത് ഗ്യാസ് അടുപ്പിലേക്ക് വയ്ക്കുന്നതെങ്കിൽ ഈ സെൻറ്റർ ഭാഗം അതിങ്ങനെ വീണ്ടും പൊട്ടിപ്പോവും. അപ്പോൾ ഒരു കൊല്ലം പോലും തികയുന്നതിന് മുന്നേ തന്നെ നമുക്കത് പാത്രം പൊട്ടിപ്പോകുന്ന ഒരു ഇത് വരും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അടുപ്പത്ത് വയ്ക്കാതെ നമ്മൾ സെർവ് ചെയ്യാനായിട്ട് നമ്മൾ വാങ്ങുന്ന ചട്ടികൾ നമുക്ക് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് 2 ദിവസം വെള്ളം ഒഴിച്ച് വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ 3 ദിവസം വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമുക്കത് കഴുകിയെടുത്താൽ മതി. അത് മയക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ മയക്കേണ്ട ഈ ഒരു പാത്രങ്ങൾ നമുക്ക് ഇതുപോലെ 2 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ വെള്ളം നിറച്ചിട്ട് ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലേക്ക് വയ്ക്കാം കേട്ടോ. നിങ്ങൾക്ക് അടുപ്പത്ത് വയ്ക്കണമെങ്കിൽ അങ്ങനെ വയ്ക്കാം. അപ്പോൾ അടുപ്പ് ഉപയോഗിക്കില്ലാത്ത ആളുകളൊക്കെ ആണല്ലോ. ഇപ്പോൾ പല കുട്ടികളും ഗ്യാസ് അടുപ്പ് യൂസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഇതുപോലെ ഗ്യാസ് അടുപ്പിലേക്ക് നിങ്ങൾക്ക് ഇതുപോലെ നിറയെ വെള്ളം എടുത്ത് വയ്ക്കാം. പിന്നെ ഇതുപോലെ കുറച്ച് തേയിലിട്ട് കൊടുക്കട്ടെ. 1-2 സ്പൂൺ തേയിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു 3 പാത്രത്തിലും നമുക്ക് ഇതുപോലെ വെള്ളം എടുത്ത് നിറയെ വെള്ളം എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് തിളപ്പിക്കാം കേട്ടോ. ഈ തിളപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു മണ്ണിൻ്റെ നല്ലൊരു മണം വരും. അപ്പോൾ ഈ ഒരു മണ്ണിൻ്റെ മണം നമ്മൾ കളയാതെ നമ്മൾ അതിലേക്ക് പാകം ചെയ്ത് കഴിയുമ്പം നമ്മൾ ഉണ്ടാക്കുന്ന മീൻ കറിക്കൊക്കെ ആണെങ്കിലും അതെന്ത് കറി വെച്ചാലും ആ ഒരു മണ്ണിൻ്റെ ഫ്ലേവർ ചൊവയൊക്കെ വരും. അതുപോലെ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ഇത് നമുക്ക് ആ ഒരു മണമൊക്കെ കളഞ്ഞിട്ടാനായിട്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് വെച്ചിട്ട് ആ ഒരു വെള്ളം ഒന്ന് ചൂടാറി കഴിയുമ്പോൾ അതങ്ങ് ഊറ്റി കളഞ്ഞിട്ട് നമുക്കത് ഇതുപോലെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമുക്കത് ഇതുപോലെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, നമ്മൾ അടുപ്പത്ത് കഞ്ഞി വാർക്കുന്ന ഈ ഒരു കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ 2 ദിവസം ഈ ഒരു കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ വയ്ക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ആ ഒരു പെട്ടെന്ന് ആ ചട്ടിക്ക് നല്ലൊരു ബലം കിട്ടുകയും ചെയ്യും. ഒരു മണ്ണിൻ്റെതായ ഒരു മണവും ആ ഒരു ഇതൊക്കെ അങ്ങ് പോയി കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഏകദേശം 2 ദിവസം ആയിട്ടുണ്ട്. നമ്മൾ ഒരു കഞ്ഞിവെള്ളമൊക്കെ ഏകദേശം ഒന്ന് പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒന്നിന് മുന്നേ മയക്കി വെച്ചിരുന്ന ചട്ടിയാണ്, അതുകൊണ്ടാണ് അതിനകത്ത് ഒഴിച്ച് വെക്കാത്തത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ ഒരു ബൗൾസ് നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് വെള്ളം ഒഴിച്ച് സാധാരണ രീതിയിൽ തന്നെ അതങ്ങനെ കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നിങ്ങളുണ്ടല്ലോ ഈ ഉപ്പൊക്കെ ഇട്ട് കഴുകുന്ന ആളുകളുണ്ട്. നമ്മൾ ചട്ടി ഇങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ മയക്കിയതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ ഉപ്പിട്ട് കഴുകുന്ന ആളുണ്ട്, കടലമാവൊക്കെ ഇട്ട് കഴുകുന്ന ആളുണ്ട്. പക്ഷേ ഉണ്ടല്ലോ നമ്മൾ ഫസ്റ്റിലെ തന്നെ കഴുകുമ്പം എൻ്റെ ഒരു ഇതിൽ നമ്മൾ ഒരു സോപ്പ് ഇട്ട് തന്നെ കഴുകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം നമ്മൾ സ്റ്റീൽ പാത്രം പുതിയത് വാങ്ങുമ്പോഴാണെങ്കിലും അലൂമിനിയം പാത്രം നമ്മൾ വാങ്ങുമ്പോഴാണെങ്കിലും എപ്പോഴും നല്ല രീതിയിൽ തന്നെ സോപ്പിട്ട് നമ്മൾ ശരിക്കും ഒന്ന് അണുവിമുക്തമാക്കി എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ല കേട്ടോ. ചേച്ചി നമ്മൾ അലൂമിനിയം പാത്രമൊക്കെ വാങ്ങുമ്പോൾ അതിൽ തന്നെ സ്റ്റിക്കറിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളത് സോപ്പിട്ട് ആദ്യം കഴുകി കളയണമെന്ന്. അപ്പോൾ അതാണ് പറഞ്ഞത്, ചട്ടിയോ നിങ്ങൾ വാങ്ങുമ്പോൾ അതൊന്ന് സോപ്പിട്ട് കഴുകി കളയുക. ഇനി ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ട് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് തുടച്ച് കളഞ്ഞിട്ട് നമുക്കത് ഇതുപോലെ ഏത് എണ്ണ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ എണ്ണ ഒഴിച്ചിട്ട് നിങ്ങളത് തുടച്ചെടുത്തിട്ട് നിങ്ങളത് ഒരു ദിവസം നിങ്ങൾ ആ ഒരു എണ്ണ ശരിക്കും ആ ചട്ടിയിൽ പിടിക്കാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചട്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ ഒരു കൊല്ലം 2 കൊല്ലം ഇരുന്നാലും ചട്ടിക്ക് നല്ല ബലം കിട്ടുകയും ചെയ്യും. ഈ ഒരു സെൻറ്റർ ഭാഗം അതങ്ങനെ വിണ്ടു പോരാതിരിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ചട്ടി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ചട്ടി ഭംഗിയുണ്ട് എന്ന് നമ്മൾ എല്ലാ ചട്ടികളും വാങ്ങി വയ്ക്കുമ്പം ചില ചട്ടികൾ പണി തരുന്ന ചട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെ പണി തരുന്ന ചട്ടിയാണ് ഈ കാണുന്നത്. നമ്മൾ ഒട്ടും ഈ ഒരു ചട്ടിയുടെ സൈഡിന് വക്കില്ലാത്ത ചട്ടികൾ വാങ്ങിക്കഴിഞ്ഞുമ്പം നമ്മളത് ഗ്യാസ് അടുപ്പിലാണെങ്കിലും നമ്മൾ അടപ്പത്താണെങ്കിലും വയ്ക്കുമ്പോൾ നല്ല ചൂടായി കഴിഞ്ഞപ്പം വക്കില്ലാത്തത് കൊണ്ട് തന്നെ ആ ചട്ടിയുടെ സൈഡിൽ നിന്ന് ചിലപ്പോൾ പെട്ടെന്ന് അത് വിള്ളൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ചട്ടി വാങ്ങുമ്പം ഇതുപോലെ സൈഡ് വക്ക് വീതിയുള്ള കട്ടിക്കുള്ള വക്ക് വന്നേക്കുന്ന ചട്ടികൾ കൂടുതലായിട്ട് നിങ്ങൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഭംഗി നോക്കി നല്ല ഭംഗിയുണ്ടല്ലോ ചെറുതാണല്ലോ എന്ന് വെച്ചിട്ട് ചട്ടി എടുക്കുമ്പം ചില ചട്ടികൾ പണി തരും. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിയ ചട്ടിയായിരുന്നു ആ കുഞ്ഞു ചട്ടി കാണിച്ചത്. പക്ഷേ വക്കില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ കണ്ടല്ലോ ഞാൻ അത് അവിടെ അടുപ്പത്ത് വച്ചുള്ളൂ. അത് വാങ്ങിയപ്പോൾ തന്നെ അതങ്ങോട്ട് സെൻറ്റർ വിട്ടു പോകുന്നു കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞു ചട്ടികൾ ഭംഗി നോക്കി നിങ്ങൾ ചട്ടി എടുക്കുമ്പം പെട്ടെന്ന് പൊട്ടി പോകാതിരിക്കാനായിട്ട് വക്കുള്ള ചട്ടികൾ മെയിനായിട്ട് എടുക്കാൻ നോക്കുക. പിന്നെ ഈ വക്കില്ലാത്ത ചട്ടികൾ മെയിനായിട്ട് നിങ്ങൾ ഗ്യാസ് അടുപ്പിൽ കൊണ്ടുവന്ന് വയ്ക്കാതെ ഇരിക്കുക. കാരണം വക്കില്ലാത്ത ചട്ടി ഒരുപാട് ഹൈ ഇതിലിട്ടാലും ലോയിലിട്ടാലും ഗ്യാസ് അടുപ്പിൽ വക്കില്ലാത്ത ചട്ടി പ്രത്യേകിച്ച് പൊട്ടിപ്പോരും.
പിന്നെ ഇതുപോലെ ഗ്യാസ് അടുപ്പിൽ നിങ്ങൾ ചട്ടി വയ്ക്കുമ്പം സിമ്മിലിട്ടിട്ട് വേണം ചട്ടി ചൂടാക്കാനായിട്ട്. അപ്പം ഇപ്പം ഞാൻ സിമ്മിലിട്ടിട്ട് തന്നെ ചൂടാക്കിയപ്പോഴാണ് ആ ചെറിയ ചട്ടി പൊട്ടിയത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, കൂടുതലായിട്ട് ചട്ടി വാങ്ങുമ്പോൾ വക്കുള്ളത് തന്നെ കൂടുതലായിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ കൂടി ചെയ്തേക്കണേ. ബൈ.